നമുക്കിന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിക്കാം. നമുക്കറിയാം മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഈ ഫ്രീ ഇലക്ട്രോൺസ് ന്യൂക്ലിയസായിട്ട് ലൂസ്ലി ബൗണ്ടഡ് ആയിരിക്കും. ഇവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ മെറ്റാലിക് കണ്ടക്ടേഴ്സിലുള്ള ആ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ റാൻഡം മോഷനിലാണ്. റാൻഡം മോഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ ഈ ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, വേറൊരാൾ ഈ ഡിറക്ഷനിലായിരിക്കും, മറ്റൊരാൾ ഈ ഡിറക്ഷനിലായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ഡിറക്ഷനിൽ ഫ്രീ ആയിട്ട് ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇവരുടെ തെർമൽ വെലോസിറ്റീസ്, അതായത് ഈ ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റി, തെർമൽ വെലോസിറ്റി, ഈ വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 10⁵ to 10⁶ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഇവർ ഓരോരുത്തരുടെയും തെർമൽ വെലോസിറ്റീസ് ഉണ്ട്. ഓരോരോ ഫ്രീ ഇലക്ട്രോൺസിന് ഓരോരോ തെർമൽ വെലോസിറ്റി ആയിരിക്കും. ഈ തെർമൽ വെലോസിറ്റീസിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? ആവറേജ് വാല്യൂ ഓഫ് തെർമൽ വെലോസിറ്റി ഈസ് 0 ആയിരിക്കും. ഈ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഈ കണ്ടക്ടറിൽ, ഇതിപ്പോൾ ഒരു കണ്ടക്ടറാണെന്ന് വിചാരിച്ചോ, ഈ കണ്ടക്ടറിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്? ഈ കണ്ടക്ടറിൻ്റെ എൻഡ്സിലേക്ക് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുവാണ്. അതായത് ഈ എൻഡിലേക്ക് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്ന, ഈ അതർ എൻഡിൽ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും ആ കണ്ടക്ടറിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും അല്ലേ? ആ ഇലക്ട്രിക് ഫീൽഡ് ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ. അങ്ങനെ ആ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മോഷൻ പിന്നെ എങ്ങനെയായിരിക്കും? ഈ ഫ്രീ ഇലക്ട്രോൺസ് ആ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസ് ബാറ്ററിയുടെ അല്ലെങ്കിൽ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന വെലോസിറ്റി, അതിന് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് ഇങ്ങനെയും പറയാം: ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ ഡ്രിഫ്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. പോസിറ്റീവ് ടെർമിനലിലേക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന വെലോസിറ്റി, അതിനെയാണ് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി നമുക്ക് ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കൊരു കണ്ടക്ടർ എടുക്കാം. PQ എന്ന് പറയുന്ന കണ്ടക്ടർ. PQ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കണ്ടക്ടറിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസിനെ ഇങ്ങനെ കാണിക്കാം, -സൈൻ ഇലക്ട്രോൺസ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞത്? റാൻഡം മോഷനിലായിരിക്കും. ഇനി ചെയ്യുന്നത്, ഈ കണ്ടക്ടറിൻ്റെ ആ എൻഡ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെല്ല് കണക്ട് ചെയ്യുവാണ്. പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ, സെല്ല് കണക്ട് ചെയ്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ടാണ്. നമുക്കറിയാം കറൻറ്റിൻ്റെ ഡിറക്ഷൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ നോക്കിക്കേ, ഈ കണ്ടക്ടറിൻ്റെ എൻഡ്സിന് അക്രോസ് ആയിട്ട് നമ്മളൊരു ബാറ്ററി സെല്ല് കണക്ട് ചെയ്ത് ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു. V ആണ് വോൾട്ട്. അപ്പോൾ നോക്കൂ, ഈ എൻഡ് പോസിറ്റീവ് ആണ് അല്ലേ? ഈ എൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ കണ്ടക്ടറിൻ്റെ അകത്ത് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്വേർഡ് ഡിറക്ഷൻ, നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേർട്സ് ഡിറക്ഷൻ അല്ലേ? അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ. പിടികിട്ടിയല്ലോ? അങ്ങനെ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെടുന്ന പറഞ്ഞ്? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്, ആ മോഷൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരിക്കും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക്.
അങ്ങനെ ആ ഫ്രീ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിന് നമുക്ക് VD എന്നുള്ള സിമ്പിൾ കൊടുക്കാം. ഐഡിയ പിടി കാണുമല്ലോ. നമ്മളൊരു കണ്ടക്ടർ എടുത്തു, PQ എന്ന് പറയുന്ന കണ്ടക്ടർ, അതിൻ്റെ എൻഡ്സിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഉറപ്പായിട്ട് ആ കണ്ടക്ടറിനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഇലക്ട്രിക് ഫീൽഡ് ഡിറക്ഷൻ എങ്ങനെയാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടക്ടറിനകത്ത് റാൻഡം മോഷനിലായിരുന്ന ആ ഫ്രീ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുവാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷന് നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക്, അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ആ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന ആ വെലോസിറ്റി, അതിന് പറയുന്ന പേരാണ് എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണല്ലോ. ഇനി നമുക്കറിയാം ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആരാ? ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ? ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ ഓരോ ഫ്രീ ഇലക്ട്രോൺസിലും ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഫോഴ്സിനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേമിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് എന്താണ് ഇക്വേഷൻ? ഫോഴ്സ് വെക്റ്റർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു E ആണ് അല്ലേ? ഇവിടെ Q എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോൺ ആണ്. അപ്പോൾ അത് കാരണം നമുക്ക് അതിൻ്റെ ചാർജ് എന്ത് കൊടുക്കാം? സ്മോൾ e എന്ന് പറഞ്ഞു കൊടുക്കാം. സ്മോൾ e ഇൻറ്റു വെക്റ്റർ E. ഇവിടെ ആ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങോട്ടാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഫീൽഡിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. അപ്പോൾ നമുക്ക് മൈനസ് സ്മോൾ e വെക്റ്റർ ക്യാപിറ്റൽ E എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷനായി. വീണ്ടും ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇലക്ട്രോൺ ഇലക്ട്രിക് ഫീൽഡിൽ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിലെന്തുണ്ടാവുന്നത്? അത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ ആലോചിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൺസ് സെക്കൻഡ് ലോയിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു ഫോഴ്സിൻ്റെ ഇക്വേഷൻ? F = ma. ആ എ എന്ന് പറയുന്നതാണ് എന്ത്? ആക്സിലറേഷൻ. അപ്പോൾ ഈ ഓരോ ഫ്രീ ഇലക്ട്രോൺസിൻ്റെയും ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓർത്തു. എന്താണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ? വെക്റ്റർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ദീസ് ടു ഇക്വേഷൻസിൽ LHS സെയിം ആണല്ലോ. LHS ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് RHSനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഈ എബൌട്ട് ടു ഇക്വേഷൻസിൽ RHS ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? m വെക്റ്റർ A ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സ്മോൾ e വെക്റ്റർ ക്യാപിറ്റൽ E. അതിൽ നിന്ന് ആക്സിലറേഷൻ കിട്ടിയില്ലേ? ആക്സിലറേഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വെക്റ്റർ A ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് E വെക്റ്റർ E ഡിവൈഡഡ് ബൈ m. അപ്പോൾ നമുക്ക് ആക്സിലറേഷന് ഒരു ഇക്വേഷനായി കിട്ടി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ ആ ഇലക്ട്രോൺസ് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഓർത്തിരിക്കണേ, ഈ ആക്സിലറേഷൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. അതാണ് ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോക്കാം. ഈ ഇലക്ട്രോൺസ്, അതായത് ഫ്രഷ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്തു വരുവാണ്. ഇതാണ് നമ്മുടെ ഒരു ഇലക്ട്രോൺ. അതിൻ്റെ വെലോസിറ്റി u1 ആണെന്ന് വിചാരിച്ചോളൂ. അതിങ്ങനെ മൂവ് ചെയ്യുമ്പം അതിൻ്റെ പാത്തിൽ ഇവിടെ ഒരു പോസിറ്റീവ് അയോൺ കിടപ്പുണ്ട്. അങ്ങനെ പോസിറ്റീവ് അയോൺ അതിൻ്റെ പാത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ടും അവർ തമ്മിൽ കൊളീഷൻ നടക്കും അല്ലേ? കൂട്ടിയിടിക്കും. അങ്ങനെ കൊളീഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ്, ആ കൊളീഷൻ നടക്കുന്ന ആ ഇൻസ്റ്റൻറ്റിന് തൊട്ട് മുമ്പുള്ള നിമിഷം, ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റിക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, v1 എന്ന് പറഞ്ഞു കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി u1 നമ്മുടെ കയ്യിലുണ്ട്, ഫൈനൽ വെലോസിറ്റി v1 നമ്മുടെ കയ്യിലുണ്ട്. ദെൻ അതിനെടുക്കുന്ന സമയം, അതായത് ആ കൊളീഷൻ നടക്കാനെടുക്കുന്ന ആ സമയം, അതിനിപ്പോൾ ഞാൻ തൽക്കാലം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പുതിയൊരു സിമ്പിളാണ്
ടോ 1 എന്ന് പറഞ്ഞ് കൊടുക്കുക. പറയാം അത് ടോ എന്താന്ന്. അപ്പോൾ ടോ 1 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി നേരെ മറിച്ച് ഇപ്പോൾ വേറൊരു ഫ്രീ ഇലക്ട്രോൺ അതിൻ്റെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി u2 ആണെന്ന് വിചാരിച്ചോ. അത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ പാത്തിൽ ഇവിടെ വെച്ചാണ് ഒരു പോസിറ്റീവ് അയോണിനെ കണ്ടതെന്ന് വിചാരിച്ചോ. അവർ തമ്മിൽ എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും, കൊളീഷൻ നടക്കും അല്ലേ. അപ്പോൾ ആ കൊളീഷന് തൊട്ട് മുമ്പുള്ള ആ വെലോസിറ്റി അതിന് നമുക്ക് കൊടുക്കാം v2. അപ്പോൾ അത് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വേറൊരു ടൈമാണ്, ദറ്റ് ഈസ് ടോ 2 എന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഓരോ ഫ്രീ ഇലക്ട്രോൺസും ഈ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന, ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പാത്തിൽ വരുന്ന അയോൺസായിട്ട് കൊളീഷൻസ് നടക്കും. മനസ്സിലായോ? അങ്ങനെ ആ കൊളീഷൻസ് നടന്ന് ആ ഇലക്ട്രോൺസ് എവിടേക്ക് എത്തിച്ചേരുന്നത്? ആ പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷനിൽ നമുക്ക് v = u + at എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ ഇല്ലേ. v = u + at എന്ന് പറയുന്ന ആ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മുടെ വാല്യൂസ് കൊടുത്ത് നോക്കിക്കഴിയുമ്പോൾ എന്താ വരുന്നത്? ഫസ്റ്റ് കേസിൽ എന്താ വരുന്നത്? v1 that is equal to u1 + a ഇൻറ്റു ആ ടൈം എന്താണ്? ടോ 1. അങ്ങനെ n ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ഓരോരുത്തരുടെയും ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ആവറേജ് വാല്യൂ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് കൊടുക്കാം ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിന് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ vd. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ v1, അടുത്ത ആളുടെ v2. അങ്ങനെ n ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ vn എല്ലാം ആഡ് ചെയ്തു ആവറേജ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൾ ഡിവൈഡഡ് ബൈ n. ഇനി നമുക്ക് ഈ v1 v2 ഒക്കെ എന്താണെന്ന് കൊടുക്കാം. v1 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്? u1 + a ടോ 1. v2 എന്താണ്? u2 + a ടോ 2. അങ്ങനെ 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 nth വൺ ആവുമ്പം vn that is equal to un + a ടോ n. വാല്യൂസ് നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പം vd that is equal to u1 a ടോ 1 + u2 a ടോ 2 + etc. plus un + a ടോ n all divided by n ആണല്ലോ. ദിസ് ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യുവാണ്. അതായത് u ഉള്ള ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതുവാണ്. അതേമാതിരി a ഇൻറ്റു ടോ 1 2 അങ്ങനെയുള്ള ടേംസിനെയൊക്കെ അടുത്ത സെക്കൻഡ് ടേം ആയിട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരുന്നത് നോക്കൂ. u1 + u2 + etc. + un പ്ലസ് സെക്കൻഡ് ടൈം ആയിട്ട് വരുമ്പോൾ എല്ലാത്തിലും a കോമൺ ആണല്ലോ. അപ്പോൾ ദറ്റ് ഈസ് a ഇൻറ്റു ടോ 1 + ടോ 2 + etc. ടോ n ഓൾ ഡിവൈഡഡ് ബൈ n അല്ലേ. ഓൾ ഡിവൈഡഡ് ബൈ n ഇങ്ങനെ എഴുതാം. ഇയാൾക്ക് ഡിവൈഡഡ് ബൈ n, അതോടൊപ്പം തന്നെ ഇയാൾക്കും ഡിവൈഡഡ് ബൈ n. ഇനി നോക്കുക ഈ വാല്യൂ, അതായത് u1 + u2 + etc. un ബൈ n എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എന്ത് വാല്യൂ ആണ്? ആ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അതാണ് നമ്മുടെ തെർമൽ വെലോസിറ്റി. അപ്പോൾ തെർമൽ വെലോസിറ്റീസിൻ്റെ ആവറേജ് അല്ലേ കാണിച്ചിരിക്കുന്നത്. ആവറേജ് തെർമൽ വെലോസിറ്റിയുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്? ദാറ്റ് ഈസ് 0. ഇനി ഈ ടോ 1 + ടോ 2 + etc. ടോ n ഓൾ ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് ആ ടൈം ഇൻ്റർവെൽ ആണ്. ആ ആവറേജ് വാല്യൂ ഓഫ് ടൈം ഇൻ്റർവെൽ അതിന് നമുക്ക് ഞാൻ കൊടുക്കുകയാണ് ഒരു സിമ്പൽ ടോ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? vd that is equal to 0 + a ടോ. That is vd that is equal to a ടോ. vd equals a ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ടോ ആരാണ്? ഇവിടെ ടോ പെട്ടെന്ന് എങ്ങനെ വന്നു? ആ ടോ എന്ന് പറയുന്ന കക്ഷി, ആ സിമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ടോ, ഈ ടോ എന്ന് പറയുന്ന കക്ഷിയെ പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം.
ഈ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻസ്. അതായത് ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇതിപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺ ആണ്, അതിങ്ങനെ മൂവ് ചെയ്യുന്നു. ഇതാ ഇവിടെ നിന്ന് ഒരു പോസിറ്റീവ് അയോൺ ഉണ്ട്, ഇവർ എന്ത് ചെയ്തു, കൊളൈഡ് ചെയ്തു അല്ലേ. കൊളീഷന് ശേഷം വീണ്ടും ഫ്രഷ് ആയിട്ട് ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതാ ഇവിടെ നിന്ന് വേറൊരു പോസിറ്റീവ് അയോൺ വന്നു, വീണ്ടും കൊളീഷൻ നടന്നു. അങ്ങനെ അങ്ങനെ ഇവിടെ ഒരു കൊളീഷൻ നടക്കുവാണ്, പിന്നെ ഇവിടെ ഒരു കൊളീഷൻ നടക്കുവാണ്, പിന്നെ അപ്പുറത്തൊരു കൊളീഷൻ നടക്കുകയാണ്. അങ്ങനെ കൊളീഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ തൊട്ടടുത്ത 2 കൊളീഷൻസ് തമ്മിലുള്ള ആ ടൈം ഇൻ്റർവെൽ, അതിന് പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം അല്ലേ. ഒരു കൊളീഷൻ നടന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ടാണ് അടുത്ത കൊളീഷൻ നടക്കുന്നത്. അങ്ങനെ ചിന്തിക്കുക അല്ലേ. ഒരു ഇടി നടന്ന് ഒരു ഇടി കിട്ടി, പിന്നെ കുറച്ച് റിലാക്സേഷനായി, പിന്നെ അടുത്ത ഇടി കിട്ടുവാണ്. അപ്പോൾ ആ തൊട്ടടുത്ത 2 സക്സസീവ് കൊളീഷൻസ് എന്ന് പറയാം. അപ്പോൾ സക്സസീവ് കൊളീഷൻസിന് ഇടയ്ക്കുള്ള ആ ടൈം ഇൻ്റർവെൽ, അതിന് പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. റിലാക്സേഷൻ ടൈം എന്താണ്? ഇറ്റ് ഈസ് ദ ആവറേജ് ടൈം ഇൻ്റർവെൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻസ്. സക്സസീവ് കൊളീഷന് ഇടയ്ക്കുള്ള ടൈം ഇൻ്റർവെല്ലാണ് റിലാക്സേഷൻ ടൈം ടോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫാക്ടറാണ് ആക്സിലറേഷനും ടൈം ഇൻ്റർവെലും അല്ലേ, റിലാക്സേഷൻ ടൈം. അതിൽ ആക്സിലറേഷൻ എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, -E വെക്റ്റർ ക്യാപിറ്റൽ E ഡിവൈഡഡ് ബൈ m. അത് നമ്മുടെ വാല്യൂവിൽ കൊടുത്തു കഴിയുമ്പോൾ, നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ബിക്കംസ് VD ഡ്രിഫ്റ്റ് വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്ക് വാല്യൂ കൊടുക്കുകയാണ് -E വെക്റ്റർ ക്യാപിറ്റൽ E ഡിവൈഡഡ് ബൈ m ഇൻറ്റു ആരുണ്ട്, ടോ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമുക്ക് ഇക്വേഷനായി ഇതാണ് ഇക്വേഷൻ VD ദാറ്റ് ഈസ് ഈക്വൽ ടു -E വെക്റ്റർ E ബൈ m ഇൻറ്റു ടോ. ഈ മൈനസ് സൈൻ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇതൊരു വെലോസിറ്റി അല്ലേ, അപ്പോൾ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. അപ്പോൾ ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ ഇലക്ട്രോൺസ്, നോക്കൂ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡിറക്ഷൻ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് കേസാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇക്വേഷൻ ഓർത്തിരിക്കുക, -E വെക്റ്റർ E ഡിവൈഡഡ് ബൈ m ഇൻറ്റു ടോ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മയിലേക്ക് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലേ. വെക്റ്റർ VD ദറ്റ് ഈസ് ഈക്വൽ ടു -e വെക്റ്റർ ക്യാപിറ്റൽ E ബൈ m ഇൻറ്റു ടോ. അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ VD ദറ്റ് ഈസ് ഈക്വൽ ടു E ബൈ m ഇൻറ്റു ടോ. അപ്പോൾ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Drift velocity is defined as the average velocity acquired by the free electrons in a conductor. എപ്പോഴാണ്? when subjected to an electric field. അപ്പോൾ drift velocity is the average velocity acquired by the free electrons in a conductor subjected to an electric field. പിന്നെ നമുക്ക് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറൻറ്റും തമ്മിൽ റിലേഷൻ എന്താണെന്ന് നോക്കാം. കറൻറ്റിനെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേമിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്ത മാതിരി തന്നെ ഒരു കണ്ടക്ടർ എടുക്കുവാണ്, PQ എന്ന് പറയുന്ന കണ്ടക്ടർ. ആ PQ എന്ന് പറയുന്ന കണ്ടക്ടറിൻ്റെ എൻസിന് എക്രോസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് L ആണെന്ന് വിചാരിച്ചോളൂ. കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് L. ഈ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെന്ന് വിചാരിക്കുക. ദെൻ ഈ കണ്ടക്ടറിൻ്റെ ഒരു യൂണിറ്റ് വോളിയത്തിലെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് സ്മോൾ n ആണെന്ന് വിചാരിച്ചോളൂ. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ
ഫ്രീ ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഡെൻസിറ്റി എന്ന് പറയാം. നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അതായത് ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്? സ്മോൾ n ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. പിടികിട്ടിയല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ദാ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു, അതിൻ്റെ ഡിറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക്. ഇതാണ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ. ഐഡിയ ക്ലിയർ ആയല്ലോ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കറൻ്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താണ് കറൻറ്റിൻ്റെ ഇക്വേഷൻ? നമുക്കറിയാം കറണ്ട് ഇക്വേഷൻ എന്താണ്? I, that is equal to charge by time. അല്ലേ? I, that is equal to Q by T. Here Q എന്ന് പറയുന്നത് ഈ L ലെങ്ത്തും A ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ആ കണ്ടക്ടറിൻ്റെ അകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൊത്തം ചാർജാണ്. സ്മോൾ ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രീ ഇലക്ട്രോൺ ഈ എൻഡിൽ നിന്ന്, Q എന്ന് പറയുന്ന എൻഡിൽ നിന്ന് മൂവ് ചെയ്ത് എവിടേക്ക് എത്തുന്നു? പി എന്ന് പറയുന്ന ഈ എൻഡിൽ, അതായത് L ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്ന ടൈമാണ് എന്ത്? സ്മോൾ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂ, ക്യൂവിൻ്റെ വാല്യൂ എന്താ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അത് ഇക്വേഷനിലേക്ക് കൊടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കണം, എന്നിട്ട് അവരുടെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഈ കണ്ടക്ടറിൻ്റെ വോളിയം എന്താണെന്ന് നോക്കാം. വോളിയം ഓഫ് ദ കണ്ടക്ടർ, വോളിയം ഓഫ് ദ കണ്ടക്ടർ. ഈ കണ്ടക്ടറിൻ്റെ വോളിയം എന്തായിരിക്കും? ഏരിയ എ ആണ്, ലെങ്ത് എൽ ആണെങ്കിൽ വോളിയം എന്താണ്? എ ഇൻറ്റു എൽ ആണ്. നമുക്കറിയാം ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? n ഇലക്ട്രോൺസ് ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും വോളിയത്തിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? ആ n ഇൻറ്റു എ എൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ total number of free electrons in the conductor, that is equal to n into al. നമുക്കറിയാം ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാ? സ്മോൾ ഇ ആണ്. അപ്പോൾ ഇത്രയും എണ്ണം ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എത്രയായിരിക്കും? ഇത്രയും എണ്ണം ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് NaL ഇൻറ്റു സ്മോൾ ഇ. അപ്പോൾ ടോട്ടൽ ചാർജ് Q, that is equal to NaL. ഇതാണ് എണ്ണം, അതേ ഇൻറ്റു ഇ. അപ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് എന്താണെന്ന് കിട്ടി. അത് നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പം I എന്താ കിട്ടും നോക്കിക്കേ. I, that is equal to NaLe divided by T. I equals NaLe by T. ഇവിടെ നോക്കിക്കേ, ദാ ഇവിടെ ഇങ്ങനെ ഒരു ടേം വരുന്നുണ്ട്, L by T. ഈ L by T എന്ന് പറയുന്നത്, L എന്ന് പറയുന്നത് എന്താണ്? ഇതായ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത്, അതായത് Q എന്ന് പറഞ്ഞ എൻഡിൽ നിന്ന് P എന്ന് പറഞ്ഞ എൻഡ് വരെയാണ് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ആണ് L എന്ന് പറയുന്നത്. സ്മോൾ ടി എന്ന് പറയുന്നത് എന്താ? ക്യൂവിൽ നിന്ന് പിയിലേക്ക് എത്താനെടുക്കുന്ന സമയം. അപ്പോൾ ആ ഡിസ്റ്റൻസ് ബൈ ടൈം അത് നമുക്ക് എന്ത് കൊടുക്കാം? ആ വെലോസിറ്റി, ഹിയർ ഇറ്റ് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ദറ്റ് ഈസ് VD. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? I, that is equal to ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണേ, NeAVD. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേമിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. I, that is equal to NeAVD. I, that is equal to NeAVD. ഇത് പിന്നെ നിങ്ങൾക്ക് ഓർക്കണമെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങനെ ഓർത്തിരുന്നോ, വീണാന്ന് ഓർത്തിരുന്നോ. I, that is equal to വീണ. ഇത് എന്താണ്? നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. അപ്പോൾ മറന്നുപോയില്ല. I, that is equal to വീണ. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷനായി I, that is equal to NeAVD. അതായത് നമ്മുടെ എയിം അല്ലേ, റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വേണമെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി സോൾവ് ചെയ്തെടുക്കാം അല്ലേ. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD, that is equal to
I divided by NEA. ഓർക്കുക വി ഡി ദറ്റ് ഈസ് ഈക്വൽ ടു ഐ ബൈ NEA. വീണ്ടും ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേറൊരു ടൈമും കൂടിയും സോൾവ് ചെയ്യാം. അതായത് ഈ ഏരിയ ഇതിനെ നമുക്ക് ഈ വശത്തേക്ക് കൊണ്ടുവന്ന് എന്ത് സംഭവിക്കുന്നത് നോക്കാം. ഐ ബൈ എ ദറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത് NEVD. ഈ ഐ ബൈ എ നമ്മൾ എവിടെയോ ഓർമ്മയുണ്ടല്ലോ. ഐ ബൈ എ എന്തായിരുന്നു കറൻറ്റ് ഡെൻസിറ്റി ദറ്റ് ഈസ് ജെ ആയിരുന്നു അല്ലേ. ഐ ബൈ എ എന്ന് പറയുന്നത് കറൻറ്റ് ഡെൻസിറ്റി ജെ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ കറൻറ്റ് ഡെൻസിറ്റി ജെ ദറ്റ് ഈസ് ഈക്വൽ ടു NEVD. ഓർത്തിരിക്കുക കറൻറ്റ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേമിൽ നമുക്ക് കിട്ടിയത് ജെ ദറ്റ് ഈസ് ഈക്വൽ ടു NEVD. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ ചെയ്തത് എൽ ലെങ്ത്തും എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടർ എടുത്തു, അതിന് അക്രോസ് ആയിട്ട് ബാറ്ററി കണക്ട് ചെയ്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് V വോൾട്ടാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ്, ഡ്രിഫ്റ്റ് ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഡിറക്ഷൻ പോസിറ്റീവ് ടെർമിനലിലേക്ക്. കറണ്ട് കണ്ടുപിടിച്ചു ദറ്റ് ഈസ് I ഈക്വൽസ് Q ബൈ T. അപ്പോൾ Q കാണാനായിട്ട് നമ്മൾ ആദ്യം വോളിയം ഓഫ് ദ കണ്ടക്ടർ നോക്കി AL, അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് നോക്കി. ഒരു യൂണിറ്റ് വോളിയത്തിൽ N ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ AL വോളിയത്തിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും NAL. അത്രയും ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ടോട്ടൽ ചാർജ് എന്തായിരിക്കും NAL ഇൻറ്റു E ആയിരിക്കും. ആ വാല്യൂ നമ്മുടെ ഐയുടെ ഇക്വേഷനിലേക്ക് കൊടുത്തു. I ദറ്റ് ഈസ് ഈക്വൽ ടു NAL E ബൈ ടി. അതിൽ ആ L ബൈ ടി, ആ L ബൈ ടി എന്ന് പറയുന്നതാണ് ആര് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി. അങ്ങനെ നമുക്ക് കിട്ടി I ദറ്റ് ഈസ് ഈക്വൽ ടു NEAVD. അതിൽ നിന്ന് വേണമെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് സോൾവ് ചെയ്യാം. VD ദറ്റ് ഈസ് ഈക്വൽ ടു I ബൈ NEA. വീണ്ടും കറൻറ്റ് ഡെൻസിറ്റി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ദറ്റ് ഈസ് J ദറ്റ് ഈസ് ഈക്വൽ ടു NEVD. ഇനി നമുക്ക് റെസിസ്റ്റിവിറ്റിയും ഈ റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നോക്കാം. റെസിസ്റ്റിവിറ്റിയെ റിലാക്സേഷൻ ടൈമിനും തമ്മിലുള്ള ആ ബന്ധം എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ഓംസ് ലോ കിട്ടും. അതായത് ഓംസ് ലോയുടെ ഇക്വേഷനിലേക്ക് V ഈക്വൽസ് IR എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാനാണ് പോകുന്നത്. അപ്പോൾ റോയും ടോയും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നേരത്തെ കേസ് മാതിരി തന്നെ എന്താണ് PQ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ, അതിൻ്റെ ലെങ്ത് L ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ A. അതിൻ്റെ എൻസിന് അക്രോസ് ആയിട്ട് ആ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് V വോൾട്ടാണ്. ഉറപ്പായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ, അതായത് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇലക്ട്രോൺസിൻ്റെ മോഷൻ. ദെൻ സ്മോൾ n എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിലെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് സ്മോൾ n എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു എന്തായിരുന്നു കറൻറ്റിൻ്റെ ഇക്വേഷൻ. എന്തായിരുന്നു കറൻറ്റിൻ്റെ ഇക്വേഷൻ I ദറ്റ് ഈസ് ഈക്വൽ ടു NEAVD ആണല്ലോ അല്ലേ. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച കേസാണ് I ഈക്വൽസ് NEAVD. വീണ്ടും നമ്മൾ ആലോചിച്ചു ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ. ഡ്രിഫ്റ്റ് വെലോസിറ്റി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ VD ദറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത് E/m ഇൻറ്റു ടോ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ കറൻറ്റ് ഇക്വേഷൻ ബിക്കംസ് I ദറ്റ് ഈസ് ഈക്വൽ ടു NEA ഇൻറ്റു VDക്ക് പകരം നമ്മൾ കൊടുക്കുവാണേ സ്മോൾ e ക്യാപിറ്റൽ E/m ഇൻറ്റു ടോ. VDക്ക് പകരം വാല്യൂ കൊടുത്തു. അപ്പോൾ നോക്കൂ E ഇൻറ്റു E. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം E സ്ക്വയർ. അപ്പോൾ I ദറ്റ് ഈസ് ഈക്വൽ ടു NE സ്ക്വയർ A ക്യാപിറ്റൽ E ടോ ഡിവൈഡഡ് ബൈ m. അപ്പോൾ നമുക്ക് ഐക്ക് കറണ്ടിന് ഇങ്ങനെ ഒരു ഇക്വേഷനായി I ഈക്വൽസ് NE സ്ക്വയർ AE ടോ ബൈ m.
വീണ്ടും നമുക്കറിയാം, നോക്കൂ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വെക്റ്റർ ഇ. ദാ ഇവിടെ ഒരു ആ എൻസിന് അക്രോസ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, വി വോൾട്ടാണ് അല്ലേ. അപ്പോൾ പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന ഈ രണ്ട് എൻഡ്, അതായത് ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ്, ഈ രണ്ട് എൻഡുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് സെപ്പറേഷൻ അത് എത്രയാണ്, എൽ, ലെങ്ത് എൽ ആണ്. അപ്പം അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിനെ ഈ പൊട്ടൻഷ്യലിൻ്റെ ടേമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇ ദറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്ന് പഠിച്ചിരുന്നു അല്ലേ. ആ ഡി എന്ന് പറയുന്നതാണ് സെപ്പറേഷൻ, ഹിയർ ഇറ്റ് ഈസ് എൽ ആണ്. അപ്പോൾ ഇ ദറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ വി ഡിവൈഡഡ് ബൈ ലെങ്ത് സെപ്പറേഷൻ എൽ. ആ വാല്യൂ നമ്മുടെ ഐയുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ ഐ എന്തായിട്ട് വരും നോക്കിയേ, ഐ ഈക്വൽസ് എൻ ഇ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ എം അവിടെ ഉണ്ട്, ഇക്ക് പകരം നമ്മൾ കൊടുക്കുവാണ് വി ബൈ എൽ, പിന്നെ ആരുണ്ട്, ടോ ആണല്ലോ. അപ്പോൾ ഐ ഈക്വൽസ് എൻ ഇ സ്ക്വയർ എ ബൈ എം ഇൻറ്റു വി ബൈ എൽ ഇൻറ്റു ടോ. ഇവിടെ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നടത്തുവാണേ. ആ വി ബൈ ഐ ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെ വരുന്നത് നോക്കൂ, വി ബൈ ഐ ദറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, എം എൽ ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ എ ടോ ആണല്ലോ. എം എൽ ബൈ എൻ ഇ സ്ക്വയർ എ ടോ. ശരിക്കും നോക്കിക്കേ, എൽ എച്ച് എസിലെ ടേം ആരാ, എൽ എച്ച് എസിലെ ടേം എന്ന് പറയുന്നത് വി ബൈ ഐ ആരായിരുന്നു, ഓംസ് ലോ അനുസരിച്ച് റെസിസ്റ്റൻസ് ആണ് അല്ലേ. എന്താണ് ഓംസ് ലോ, വി ഈക്വൽസ് ഐ ആർ, അതല്ല ഓംസ് ലോയുടെ ഇക്വേഷൻ. അപ്പോൾ വി ബൈ ഐ എന്ന് പറയുന്ന ആരാണ്, ആർ, റെസിസ്റ്റൻസ് ആർ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ആണ് അല്ലേ. അപ്പോൾ ദിസ് ഈസ് ദ ഓംസ് ലോ. അപ്പോൾ നമ്മൾ ഓംസ് ലോയിലേക്ക് ഇങ്ങനെ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. വി ബൈ ഐ ദറ്റ് ഈസ് ഈക്വൽ ടു എം എൽ ബൈ എൻ ഇ സ്ക്വയർ എ ടോ എന്ന് പറയുന്ന ആരാണ്, റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ആ റെസിസ്റ്റൻസിനൊരു ഇക്വേഷനായി എം എൽ ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ എ ടോ റെസിസ്റ്റൻസായി. ഈ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ റെസിസ്റ്റൻസ് ഈസ് inversely proportional to relaxation time, R proportional to 1 by tau. ഓർത്തിരിക്കുക, അതായത് ടോ കൂടുമ്പം റെസിസ്റ്റൻസ് ആർ എന്ത് ചെയ്യും, കുറയും, അല്ലെങ്കിൽ ടോ കുറയുമ്പം റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓർത്തിരിക്കണേ, ആർ പ്രപ്പോർഷണൽ ടു 1 by tau. വീണ്ടും ഇപ്പം നമുക്ക് കിട്ടിയ ഈ ഇക്വേഷനെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണ്, റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനെ ആർ ദറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ആ എൽ ബൈ എ അങ്ങ് നീക്കി എഴുതി, ബാക്കി എന്താ റിമൈനിങ് ടേം എന്ന് പറയുന്നത് എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ ആണല്ലോ അല്ലേ. ഈ ഇക്വേഷനിലേക്ക് ശരിക്കും നോക്കിക്കേ, എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് പറയുന്നത് നമുക്കൊരു ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടല്ല വരുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ കോൺസ്റ്റൻറ്റ് റോ ഇൻറ്റു എൽ ബൈ എ എന്ന് അല്ലേ. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പം ഈ റോയുടെ പ്ലേസിലാണ് ആര് വന്നിരിക്കുന്നത്, റോയുടെ പ്ലേസിലാണ് ഈ കക്ഷി വന്നിരിക്കുന്നത് അല്ലേ, എം ബൈ എൻ ഇ സ്ക്വയർ ടോ. അപ്പോൾ നമുക്ക് റോ എന്ന് പറയുന്ന ആരാ, റെസിസ്റ്റിവിറ്റി. അങ്ങനെ നമുക്ക് കിട്ടി റെസിസ്റ്റിവിറ്റി റോ ദറ്റ് ഈസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ. അപ്പോൾ റെസിസ്റ്റിവിറ്റിക്ക് നമുക്ക് ഇക്വേഷനായി റോ ദറ്റ് ഈസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ. അവിടെ നമുക്ക് മനസ്സിലാവും റോ പ്രപ്പോർഷണൽ ടു 1 by tau, അതായത് റോയും ടോയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അതായത് ടോ കൂടുമ്പം റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും, കുറയും, ടോ കുറയുമ്പം റെസിസ്റ്റിവിറ്റി കൂടും. അതായത് ടോ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ,
ആ ഡ്യൂറേഷൻ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻ എന്ത് ചെയ്യും, കൂടുതൽ സമയം എടുക്കുകയാണ്. അതായത് ഒരു ഇടി നടന്ന് കുറച്ചധികം നേരം കഴിഞ്ഞിട്ടാണ് അടുത്തടി നടക്കുന്നത്. അതായത് ഫ്രീ ഇലക്ട്രോൺസിന് നല്ല ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുക. അതായത് അവിടെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. നേരെ മറിച്ച് ടോ കുറവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ഇടികൾ പിടിപിടിപിടീന്ന് നടക്കുക അല്ലേ. ഒരു ഇടി നടന്നു, പെട്ടെന്ന് അടുത്തടി നടന്നു, പെട്ടെന്ന് അടുത്തടി വന്നു. അപ്പോൾ റിലാക്സേഷൻ ടൈം കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, റെസിസ്റ്റിവിറ്റി കൂടുന്നു. ഓർത്തിരിക്കാം. ഇനി നമുക്കറിയാം റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധം അല്ല ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല, റെസിപ്രോക്കൽ അല്ലേ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ. അപ്പോൾ സിഗ്മ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/ρ ആണെന്ന് അറിയാം. അപ്പോൾ സിഗ്മ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം, n e² ടോ ഡിവൈഡഡ് ബൈ m. അപ്പോൾ നമുക്ക് സിഗ്മയെയും അതായത് കണ്ടക്ടിവിറ്റിയെയും റിലാക്സേഷൻ ടൈമിൻ്റെ ടേമിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ സിഗ്മ പ്രപ്പോർഷണൽ ടു ടോ, ഓർത്തിരിക്കണേ. അപ്പോൾ ടോ കൂടുമ്പം കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും, കൂടും. ടോ കുറയുമ്പം കണ്ടക്ടിവിറ്റി കുറയും. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് റോയും ടോയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നാണ്. അതിന് നമ്മൾ ചെയ്തത് L ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആയിട്ടുള്ളൊരു കണ്ടക്ടർ എടുത്തു, അതിന് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് പോസിറ്റീവിലേക്ക്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം സ്മോൾ n ആണ്. കണ്ടക്ടർ ലെങ്ത്ത് L. കറണ്ട് എന്താണെന്ന് നോക്കി, ആ കറണ്ട് ഇക്വേഷനിലേക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ നമ്മൾ ചെയ്ത മറ്റൊരു കേസ് എന്ന് പറയുന്നത് ആ ഇലക്ട്രിക് ഫീൽഡിന് പൊട്ടൻഷ്യലിൻ്റെ ടൈമിൽ ഇക്വേഷൻ കൊടുത്തു, E = V/L. എന്നിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തു. V/I എന്താണെന്ന് നോക്കി, mL/ne² എന്ന് പറയുന്നത് നമ്മൾ ഓർത്തപ്പോൾ ആ റെസിസ്റ്റൻസ് R ആണ് അല്ലേ. V/I ദാറ്റ് ഇസ് ഈക്വൽ ടു R, അതാണ് നമ്മുടെ ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനായി. ആ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. അതായത് നമ്മുടെ L/Aനെ മാറ്റി എഴുതി. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടി. ആ കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ റെസിസ്റ്റിവിറ്റിയിലേക്ക് കടന്നു. അപ്പോൾ റെസിസ്റ്റിവിറ്റി റോ ദാറ്റ് ഇസ് ഈക്വൽ ടു m/n e² ടോ അല്ലേ. റെസിസ്റ്റിവിറ്റിയും ടോയും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചത്. റോ ദാറ്റ് ഇസ് ഈക്വൽ ടു m/n e² ടോ, റോ പ്രപ്പോർഷണൽ ടു 1/τ. ദെൻ അതിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്, കണ്ടക്ടിവിറ്റി. അപ്പോൾ സിഗ്മ ദാറ്റ് ഇസ് ഈക്വൽ ടു ne² ടോ ബൈ m. അപ്പോൾ ഓർത്തിരിക്കണേ, ടോ റിലാക്സേഷൻ ടൈം കൂടുമ്പം റെസിസ്റ്റിവിറ്റി കുറയും, റിലാക്സേഷൻ ടൈം കുറയുമ്പം റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും. ഇനി നമുക്ക് പുതിയൊരു ടേം പഠിക്കാം, മൊബിലിറ്റി. മൊബിലിറ്റി നമുക്കറിയാം മൊബൈൽ ചാർജസ് ആണ് കണ്ടക്ടിവിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ് മൊബൈൽ ചാർജസ്. ഇലക്ട്രോലൈറ്റിൽ ആരാണ് മൂവ് ചെയ്യുന്നത്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. സെമി കണ്ടക്ടേഴ്സിലോ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, ഹോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മൊബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ആ വേർഡ് സൂചിപ്പിക്കുന്ന മാതിരി എന്തുമാത്രം മൂവബിൾ ആണ് നമ്മുടെ ആ ചാർജസ്, എന്തുമാത്രം മൂവബിൾ ആണ്, അതാണ് ആ മൊബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊബിലിറ്റിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഇറ്റ് ഈസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി അക്വയർഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. മൊബിലിറ്റി ഈസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി അക്വയർഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതാനായിട്ട് ആദ്യം സിമ്പിൾ ഓർക്കണേ. മ്യൂ ആണ് മൊബിലിറ്റിയുടെ സിമ്പിൾ. മ്യൂ ദറ്റ് ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ദറ്റ് ഈസ് ഇ. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD/E അതാണ് നമ്മുടെ മൊബിലിറ്റിയുടെ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഓർത്തിരിക്കണേ. ദെൻ വേറൊരു ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ എന്തായിരിക്കും ഇക്വേഷൻ, E/m ഇൻറ്റു ടോ അല്ലേ. ഈ വാല്യൂ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പം മ്യൂ ഈക്വൽസ് VDക്ക് പകരം കൊടുക്കുവാണേ E/m ഇൻറ്റു ടോ. VDക്ക് പകരം കൊടുത്തു ഡിവൈഡഡ് ബൈ E. അപ്പോൾ ഈ ഇയും ഇയും കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടി മ്യൂ ദറ്റ് ഈസ് ഈക്വൽ ടു E/m. അപ്പോൾ റിലാക്സേഷൻ ടൈമിൻ്റെ ടൈമിൽ നമുക്ക് മൊബിലിറ്റിക്ക് ഇക്വേഷനായി
ഇ ടോ ബൈ എം. വേണമെങ്കിൽ ഓർത്തിരിക്കാം മ്യൂ പ്രപ്പോർഷണൽ ടു ടോ. ഓർത്തിരിക്കാം. അതായത് ടോ കൂടുമ്പം മ്യൂ എന്തായിരിക്കും? കൂടും അല്ലേ? ടോ കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? റിലാക്സേഷൻ ടൈം കൂടുക. അതായത് ഒരു ഇടി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അടുത്ത കൊളീഷൻ നടക്കുന്നത്. അതായത് ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് കുറേ ദൂരം മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മൊബിലിറ്റിയുടെ 2 ഇക്വേഷൻസ് ഓർത്തിരിക്കണം. മ്യൂ ഈക്വൽസ് വി ഡി ബൈ ഇ അല്ലെങ്കിൽ മ്യൂ ഈക്വൽസ് ഇ ടോ ബൈ എം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ് യൂണിറ്റ്? വെലോസിറ്റി അല്ലേ? മീറ്റർ പെർ സെക്കൻഡ്. ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് 1 യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം. അപ്പോൾ നമുക്ക് ആ കൂളം മുകളിലേക്ക് വന്നിട്ട് എഴുതാം. കൂളം മീറ്റർ പെർ ന്യൂട്ടൺ സെക്കൻഡ്. 1 യൂണിറ്റായി മൊബിലിറ്റിയുടെ. കൂളം മീറ്റർ പെർ ന്യൂട്ടൺ സെക്കൻഡ്. അനദർ യൂണിറ്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ബൈ ഇലക്ട്രിക് ഫീൽഡിന് വേറൊരു യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ ആ മീറ്റർ മുകളിലേക്ക് വരുമ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ്. തേർഡ് യൂണിറ്റ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കൊടുക്കാം. ഇലക്ട്രിക് ചാർജ് അല്ലേ? ചാർജ് യൂണിറ്റ് കൂളം. ടോ ടൈം, അപ്പോൾ സെക്കൻഡ് ഡിവൈഡഡ് ബൈ, അതായത് പെർ മാസ് അല്ലേ? അപ്പോൾ എന്താണ് യൂണിറ്റ്? കിലോഗ്രാം. അപ്പോൾ 3 യൂണിറ്റുകൾ ഓർത്തിരിക്കുക മൊബിലിറ്റിയുടെ. കൂളം മീറ്റർ പെർ ന്യൂട്ടൺ സെക്കൻഡ്, മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ്, തേർഡ് വൺ കൂളം സെക്കൻഡ് പെർ കിലോഗ്രാം ആണല്ലോ. ഡയമെൻഷൻ ഫോർമുലയും കൂടി നമുക്ക് നോക്കാം. ഈ സിമ്പിൾ റിലേഷനിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഡയമെൻഷൻ ഫോർമുലയിലേക്ക് എത്തിച്ചേരാം. ചാർജിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? എ ടി. ടൈമിൻ്റെ എന്താണ്? റിലാക്സേഷൻ ടൈം ടി. മാസിൻ്റെ എം. നമുക്ക് കിട്ടി മൊബിലിറ്റി ഡയമെൻഷൻ ഫോർമുല. ഈ എം മുകളിലേക്ക് വരുമ്പോൾ എന്താ വരുന്നത്? എം മുകളിലേക്ക് വരുമ്പോൾ എം റേസ് ടു -1 ടി ഇൻറ്റു ടി, ടി സ്ക്വയർ, ദെൻ എ. അപ്പോൾ മൊബിലിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല ഓർത്തിരിക്കുക. എം റേസ് ടു -1 ടി സ്ക്വയർ എ. അപ്പോൾ എന്തായിരുന്നു മൊബിലിറ്റി? എന്തായിരുന്നു? ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? മ്യൂ ഈക്വൽസ് വി ഡി ബൈ ഇ. അനദർ ഇക്വേഷൻ മ്യൂ ഈക്വൽസ് ഇ ടോ ബൈ എം. അപ്പോൾ ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമ്മുടെ ടെക്സ്റ്റിലെ 13ാമത്തെ പ്രോബ്ലം 3.13. The number of electrons in copper conductor is 8.5 into 10 raised to 28 per meter cube. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി സ്മോൾ n തന്നിട്ടുണ്ട്. ഹൗ ലോങ് ഡസ് ആൻ ഇലക്ട്രോൺ ടേക്ക് ടു ഡ്രിഫ്റ്റ് ഫ്രം വൺ എൻഡ് ഓഫ് വയർ 3 meter ലോങ് ടു ഇറ്റ്സ് അതർ എൻഡ്. അപ്പോൾ വയറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 3 meter ആണ്. അപ്പോൾ ആ ഇലക്ട്രോൺ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം, ഹൗ ലോങ് ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വയർ ഈസ് 2 into 10 raised to -6 meter square. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. ആൻഡ് ഈസ് ക്യാരിയിങ് എ കറൻറ്റ് 3 ampere. കറൻറ്റും തന്നിട്ടുണ്ട്. ചെയ്യാലോ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എലമെൻറ്റ്സ് നമ്മൾ എടുത്ത് എഴുതുവാണ്. നമ്പർ ഡെൻസിറ്റി സ്മോൾ n ദറ്റ് ഈസ് ഈക്വൽ ടു 8.5 into 10 raised to 28 per meter cube. Then length of wire L that is equal to 3 meter. Area of cross section A equals 2 into 10 raised to -6 meter square. Then current I equals 3 ampere. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ടൈം. ഹൗ ലോങ് ടൈം എന്താണെന്ന് കണ്ടുപിടിക്കണം. ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കണം? ആ വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ വി ഡി ദറ്റ് ഈസ് ഈക്വൽ ടു ഐ ബൈ എൻ ഇ എ ആണല്ലോ. വാല്യൂസ് കൊടുക്കുകയാണ്. ഐ എത്രയാ? 3. എൻ എത്രയാ? 8.5 into 10 raised to 28. ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാ? 1.6 into 10 raised to -19. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാ? 2 into 10 raised to -6. സോൾവ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 1.1 into 10 raised to -4. യൂണിറ്റ് വെലോസിറ്റി അല്ലേ? യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്.
അപ്പോൾ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിച്ചു. നൗ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ലോങ് അല്ലേ? ടൈമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ടൈം ടി ദറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൊടുക്കാം. എൽ ബൈ വി ഡി ദറ്റ് ഈസ് എൽ എത്രയാണ്? 3 മീറ്റർ. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ വി ഡി നമ്മൾ കണ്ടുപിടിച്ചു, ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിച്ചു. 1.1 ഇൻറ്റു 10⁻⁻⁴ ദാറ്റ് ഈസ് 2.7 ഇൻറ്റു 10⁻⁴ ഇത് -4 മുകളിലേക്ക് വരുമ്പോൾ +4 10⁻⁴. ടൈം അല്ലേ? യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ നമ്മൾ ടൈമും കണ്ടുപിടിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിച്ചു അല്ലേ? എന്തായിരുന്നു ഡ്രിഫ്റ്റ് വെലോസിറ്റി? ദ ആവറേജ് വെലോസിറ്റി acquired by the free electrons in a conductor when subjected to an electric field. So vector Vd that is equal to minus small e vector capital E divided by m into tau. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുവാണെങ്കിൽ Vd equals small e capital E by m into tau. അതിനുശേഷം ഇലക്ട്രിക് കറൻറ്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള കണക്ഷൻ നോക്കി. I equals NEA VD. ദെൻ റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള കണക്ഷൻ നോക്കി. ദറ്റ് ഈസ് റോ ഈക്വൽസ് m ബൈ n e സ്ക്വയർ ടോ. ലാസ്റ്റായിട്ട് നമ്മൾ പുതിയൊരു ടേം പഠിച്ചു. എന്തായിരുന്നു അത്? മൊബിലിറ്റി. മൊബിലിറ്റി എന്തായിരുന്നു? ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി അക്വയർഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇക്വേഷൻ എന്തൊക്കെയായിരുന്നു? മ്യൂ ഈക്വൽസ് വി ഡി ബൈ ഇ. അനദർ ഇക്വേഷൻ മ്യൂ ഈക്വൽസ് E tau by m.